നമസ്കാരം. കർമ്മത്തിന്റെ ദേവനാണ് സാക്ഷാൽ ശനിദേവൻ. നാം ഏവരും ചെയ്യുന്നതായ കർമ്മങ്ങൾ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതായ ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത്തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ശനി ജീവിതത്തിൽ നൽകുക. മാത്രമല്ല, കർമ്മദാതാവായ ശനി വളരെ വലിയ സ്വാധീനമാണ് ഏവരുടെയും ജീവിതത്തിൽ ചെലുത്തുന്നതും. ശനി വളരെ മോശമായാണ് പലരും കണക്കാക്കുന്നത്. എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാകുന്നു. ഏപ്രിൽ 6-നാണ് ശനിയുടെ ഉദയം സംഭവിക്കാൻ പോകുന്നത്. മീനം രാശിയിലാണ് ശനി ഉദിക്കാനായി പോകുന്നത്. തന്മൂലം ചില രാശിക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യാം. ശനിയുടെ ഓരോ മാറ്റവും അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ ഓരോരുത്തരിലും പ്രകടമാകുന്നതാണ്. ഇതിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായ ആ രാശിക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. ധനം, സമ്പത്ത്, കരിയർ, ജോലി, ദാമ്പത്യം എന്നീ മേഖലകളിലെല്ലാം തന്നെ ശനിയുടെ ഉദയം അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതുമാണ്. അനുകൂലമായ അവസ്ഥ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് സഹായകരമായി തീരും. ശനിയുടെ ഉദയത്തിലൂടെ ഭാഗ്യവും അനുകൂലമായ ഫലങ്ങളും വർദ്ധിക്കാൻ പോകുന്ന അഥവാ തലവര തന്നെ തെളിയുന്നതായ ആ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഓം ശനീശ്വരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ മാറ്റങ്ങൾ, ഗുണകരമായ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുക. തന്മൂലം അനുകൂലമായ മാറ്റങ്ങളാണ് കടന്നു വരിക. പലപ്പോഴും 7-ാമത്തെയും 8-ാമത്തെയും അധിപനായ ശനി 9-ാം ഭാവത്തിലാണ് ഉദിക്കുന്നത്. തന്മൂലം ഈ രാശിക്കാർക്ക് പല വിധത്തിലുള്ള സാമ്പത്തികപരമായ ഉയർച്ചയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. പ്രധാനമായും നിങ്ങൾക്ക് ചെയ്യുന്നതായ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ കാര്യ തടസ്സങ്ങൾ അകലുകയും കാര്യവിജയങ്ങൾ, അത് ബിസിനസ് സംബന്ധമാണ് എങ്കിലും തൊഴിൽപരമാണ് എങ്കിലും നേട്ടങ്ങൾ കൊയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ വഴിത്തിരിവ് ഉണ്ടാകുന്നതായ സമയമാണ് കടന്നു വരിക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. സമ്പത്ത് നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാൽ വിജയങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തികപരമായി മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വരുമാനം നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഒരു തരത്തിലും ജീവിതത്തിൽ പിന്തിരിഞ്ഞ് നോക്കേണ്ടതായി വരുന്നില്ല. വരുമാനം ഇരട്ടിയാകും എന്നതാണ് സത്യം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് കടന്നു വരിക. അതിനാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കും. കൂടാതെ ഈ സമയം ശനിയുമായി ബന്ധപ്പെട്ട പല ദോഷകരമായ ഫലങ്ങളും നിങ്ങളിൽ ക്രമേണ കുറഞ്ഞു വരും. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അവസാനം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ 5-ാമത്തെയും 6-ാമത്തെയും ഭാവങ്ങളുടെ അധിപനാണ് ശനി. ശനി 7-ാം ഭാവത്തിലാണ് ഈ സമയം മാറുക. അതിനാൽ എല്ലാ വിധത്തിലുള്ള സാമ്പത്തികപരമായ പ്രയാസങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്നും അകലുകയോ സാമ്പത്തികപരമായ മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ ഇവർക്ക് നടത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സന്തോഷകരമായ പല മാറ്റങ്ങളും അനുകൂലമായ മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും. പല കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാണ് നിങ്ങൾ. അത് പല കാര്യങ്ങൾ കൊണ്ടും സംഭവിക്കുന്നതാകാം. എന്നാൽ പകുതിയിൽ നിർത്തിയതായ ഇത്തരം പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആ ജോലികൾ പൂർത്തീകരിക്കുവാൻ ഏറ്റവും മികച്ച സമയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ജോലിയുമായി ബന്ധപ്പെട്ട് ശമ്പള വർധനവ് വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ
ജോലി മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാവുന്നതാണ്. നിങ്ങളിലേക്ക് പല മാറ്റങ്ങളും എത്തുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആലോചനയോടെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വാഹനയോഗം നിങ്ങൾക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ വാഹനങ്ങൾ സ്വന്തമാക്കുക, ഭൂമി സ്വന്തമാക്കുക, അല്ലെങ്കിൽ വീടുമായി ശനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാനും സാധിക്കും. പ്രധാനമായും അപകട സാധ്യതകൾ കുറയുക, കാര്യ തടസ്സങ്ങൾ അകന്ന് കാര്യവിജയങ്ങൾ നേടുക, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമായി തീരാം. ഇത്തരത്തിൽ വളരെ കാലമായി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ശനിയുമായി ബന്ധപ്പെട്ട ദോഷങ്ങളുടെ കാഠിന്യം കുറയുന്നതായ സമയം കൂടിയാകുന്നു. ധനു രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, അവസാന കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഉദയം പല മേഖലകളിലും ഇവർക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം. വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വർദ്ധിക്കും. വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മികച്ചതായി തീരും. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ നിങ്ങൾ ചെയ്യുന്നതായ മേഖലകളിൽ മുന്നിട്ട് നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്താം. ദാമ്പത്യ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹ പൂർത്തീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് ഇത്. കഠിനാധ്വാനം ചെയ്യുന്നതിനനുസരിച്ച് ഫലം നിങ്ങളെ തേടിയെത്താം. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും വന്നു ചേരുക. ലഭിക്കുന്നതായ അവസരങ്ങൾ എല്ലാം തന്നെ മികച്ചതായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് കാര്യവും ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഇത്തരത്തിൽ തൊഴിൽപരമായ ഉയർച്ച, ബിസിനസ് പരമായ നേട്ടങ്ങൾ, കാര്യങ്ങൾ അനുകൂലമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കുക, സാമ്പത്തികപരമായ ഞെരുക്കങ്ങളിൽ നിന്നും മുക്തി നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ, രമ്യതയിൽ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ശനിയുമായി ബന്ധപ്പെട്ട ദോഷകാഠിന്യത്താൽ ഒഴിവായി പോയതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും. ശനിയുടെ ദോഷകാഠിന്യം കുറയുന്ന സമയം കൂടിയാണ് ഇത്.